മൽക്ക ഗുഡ് മോർണിംഗ്. എന്ത്? ഓക്കെ, ഈ എങ്ങോട്ടാ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടെന്ന് പോണത്? എവിടേക്ക്? ലുലു മോളോ? അതെന്തെന്ന് ലുലു മോൾക്ക്? വയനായിരിക്കും. ട്രിപ്പ് പോവാണോ? സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണോ മൽക്കയുടെ? അപ്പം ഇന്ന് മൽക്കയുടെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ്. നഴ്സറി, LKG, UKG ക്ലാസ്സസ് എന്നാണ് ട്രിപ്പ് പോണത്. അപ്പം ഇവർക്ക് പറ്റിയ സ്ഥലം കാലിക്കറ്റ് ലുലു മാളൊക്കെ തന്നെയാണ്. ഫണ്ടൂറയിൽ കുറച്ച് കളിക്കട്ടെ. അപ്പം ഇന്ന് വൈകുന്നേരം എത്തുള്ളൂ. മൽക്ക എൻജോയ് ചെയ്തിട്ട് വരണേട്ടാ. എല്ലാ റൈഡ്സിലും കയറണം, ഓടി കളിക്കരുത്, മിസ്സിൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടാ. എന്താ എൻ്റെ ഉറക്കം റെഡി ആയില്ലേ? അവൾ ഉറക്കമൊന്നും റെഡി അല്ല, അതാണ് ഈ കോലത്തിലിരിക്കുന്നത്. ബൈ പറ. ഓക്കെ. ഓക്കെ, ഇന്ന് എന്ത് ചോറാ കിട്ടുക മൽക്കക്ക് ട്രിപ്പ് പോയാല്? ബിരിയാണി ഒക്കെ കിട്ടുമോ? കഴിക്കണം കേട്ടാ. എന്നാ ബൈ പറ. ഞാൻ ട്രിപ്പ് പോയിട്ട് വരാ പറ. അങ്ങനെ ദേ നമ്മുടെ മൽക്ക ഓൾ സെറ്റായിട്ട് അവളുടെ സ്കൂളിലോട്ട് പോവാണ്. ഡാഡിയാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായിപ്പോയി ഓൾറെഡി. അങ്ങനെ അതേ അവൾ അവളുടെ സ്പോട്ടിലെത്തി. ഇവിടേക്കാണ് ബസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അവർ ഫ്രണ്ട്സ് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു. നഴ്സറി, LKG, UKG ഈ 3 ക്ലാസ്സസിനാണ് ട്രിപ്പ് പോകുന്നത്. അപ്പം മൽക്ക വെരി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞങ്ങളൊക്കെ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതേ അവൾ ടാറ്റ ബൈ ബൈ സി ഒക്കെ ഡാഡിക്ക് കൊടുത്തു. അവൾ വൻ ഹാപ്പിയിൽ അങ്ങ് പോകാന്നുള്ള പ്ലാനൊക്കെ ആക്കി. അങ്ങനെ അവർ എൻജോയ് ചെയ്യട്ടെ, അവരുടെ ആദ്യത്തെ ട്രിപ്പല്ലേ. അങ്ങനെ അവരതേ അങ്ങ് പോയി. എൻ്റെ മോളിൽ ഫസ്റ്റായിട്ട് നമ്മളാരും ടൂർ പോയിരിക്കുകയാണ്. അതും അവരുടെ സ്കൂളിൽ നിന്ന്. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു, കാരണം ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ നഴ്സറിയിൽ ആദ്യമായിട്ടാണ് അവർ ടൂർ കൊണ്ടുപോകുന്നത്. അപ്പം എന്നാലും പോയിട്ട് വരട്ടെ. എന്തായാലും അവളുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് പോയിട്ടുള്ളത്. അവൾക്ക് എല്ലാ ഏരിയാസും അറിയുന്ന ഒരു സ്ഥലമാണ് ലുലു മാളിൽ. ആ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പോകുന്ന സ്ഥലമല്ല. അപ്പം ഞാൻ മിസ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന്. കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒരു രക്ഷയില്ലാത്തൊരു ഇതായിരിക്കും. അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ റമദാൻ ഡേ 1 ആണ്. അപ്പം റമദാൻ ഡേ 1 തന്നെയാണ് മോളുടെ ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അവൾ എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ഉള്ളതാണ്, ഇടയിലിടയിൽ എണീക്കാൻ. കാരണം അവളുടെ ഉറക്കം പ്രോപ്പറല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിപ്പോയിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും അവൾ കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. ഞാനും പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു ഓൾറെഡി ടൈം ലേറ്റ് ഞാൻ റെഡിയായി പോകുമ്പോഴേക്കും അതിലേറെ ലേറ്റ് ആവും. അപ്പോൾ ഡാഡി മാത്രം തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റമദാൻ ഞാൻ വിഷ് ചെയ്യുന്നു. എല്ലാവരും നല്ല രീതിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുക. നല്ല പ്രാർത്ഥനകളും ദുആകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം, ഞങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യാം. നല്ലൊരു റമദാനാവട്ടെ എല്ലാവർക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ മൽക്കയുടെ 2 ഡ്രസ്സ് എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടാവും എന്നറിയാതെ ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇനി അവൾ വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ. ഭയങ്കര അഫോർഡബിൾ ആൻഡ് സ്റ്റൈലിഷ് എന്ന് പറയില്ല, ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. എനിക്ക് വലിയൊരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും അവൾ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവിടെ പരിപാടി. ഫുൾ ഓർഡറിങ്. പത്തിരിയൊക്കെ സെറ്റ് ആയിക്കണം. എന്ത് പത്തിരി അമ്മ? പത്തിരിയും ചിക്കൻ കറിയും. ചിക്കൻ കറിയോ? ചിക്കനില്ലാത്ത കളിയില്ലല്ലോ. ഞങ്ങൾ പത്തിരി പ്രിപ്പറേഷൻസ് ഇപ്പം തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞു ഉമ്മ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒന്ന് നേരത്തെ നീറ്റുകൊണ്ട് ഉമ്മക്ക് നല്ല സുഖം ഹെൽപ്പ് ചെയ്യാൻ എന്നെ കിട്ടിയതുകൊണ്ട്. പത്തിരി എന്തായാലും പരത്തട്ടെ. മാഹി നല്ല ഉറക്കത്തിലാണ്. സുബഹിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയതാണ്. അവളിന് കുറച്ച് കഴിയും. അപ്പം എന്തായാലും തുടങ്ങട്ടെ. ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടമ്മ പത്തിരി അല്ലാതെ? പൂള അത് ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. നോമ്പിന് പത്തിരി വിട്ടിട്ട് ഒരു കളിയും ഇല്ല. പിന്നെ ഇടയിൽ ഒരു പൂള, അത് ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയിലുണ്ട് ഉണ്ടാക്കും. 2-3 ദിവസമൊക്കെ പത്തിരി ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കണം കേട്ടോ. മമ്മി ഭയങ്കര ഗൗരവത്തിലാണ്, പണിയെടുക്കുമ്പോൾ സംസാരിക്കൂല. എന്നാ ശരി. എന്നാൽ മൽക്കണ്ടൊക്കെ അപ്പം ഈ മാവ് മുഴുവൻ എടുത്ത് റിപ്പയറിങ് തുടങ്ങിയിട്ടുണ്ടാവും. മൽക്ക ടൂറിലാണ്, അതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ പണികൾ നടക്കുന്നു.
പത്തിരി ചുടൽ ഏകദേശം കഴിയാറായി. നല്ല അടിപൊളി പത്തിരിയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഈ അടുപ്പിൽ പത്തിരി ചുടാറുള്ളൂ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ പത്തിരി ചുടലൊക്കെ കുറച്ച് വെള്ളം കൂടിയതിൻ്റെ ഒരു ഒരു വെള്ളം കൂടാറില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് പത്തിരിയൊക്കെ. അപ്പോൾ ഫസ്റ്റ് നോമ്പിന് പത്തിരി ഇല്ലാതെ എന്ത് നോമ്പല്ലേ? എന്തായാലും പരിപാടിയിൽ നടക്കാം. സമയം ഇത്രയും അറിയാം. എന്താ അവസ്ഥ? ആദ്യം നോമ്പിന് എൻ്റെ മുഖം കണ്ട് വാടിയല്ലോ. പറയടി. ഓ നടക്കട്ടെ നടക്കട്ടെ. ഞങ്ങളിവിടെ പത്തിരൂടിലൊക്കെ കഴിഞ്ഞു. പോടി പോടി പോടി. നോമ്പിന് ഇങ്ങനെ ഇമ്മാതിരി ചോദ്യങ്ങളും ചോദിക്കരുത്. മൽക്ക പോയാ? ഓ മൽക്കൻ്റെതൊന്നും പറയണ്ട. അവൾ 5 മണിക്കൊന്ന് എണീറ്റിക്കണം. അത് കഴിഞ്ഞ് ഒരു വിധത്തിൽ ഉറക്കത്തുനിന്ന് നീപ്പിച്ച് വലിയ ഇഷ്ടമില്ലായിരുന്നു എണീക്കാൻ. അങ്ങനെ ലുലുമാളൊക്കെ പറഞ്ഞപ്പോൾ എണീറ്റ്. അവളുടെ ലൈഫിലെ ഫസ്റ്റ് ട്രിപ്പ് അത് നഴ്സറിയിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് ലുലുമാൾക്ക്. ലുലുമാൾ ആയതുകൊണ്ട് പിന്നെ അവൾക്ക് അറിയുന്ന പ്ലേസായി, എപ്പോഴും നമ്മൾ പോകുന്നതുകൊണ്ട്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി പോയിട്ടുണ്ട്. ഡാഡിയുടെ കൂടെയാണ് പോയത്. ഞാൻ കൊണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് ലേറ്റായി. അപ്പോൾ അതിനൊന്നും ടൈം കിട്ടിയില്ല. വീഡിയോസൊക്കെ മിസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഡാൻസും റൈഡ്സിലൊക്കെ കയറിയിട്ടൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ടൈമിൽ ഈ ഒരു ഏജിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ. ഇത് നമ്മളെ കൂടെയല്ലേ ഇതുവരെ അവൾ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമല്ലേ നമ്മളെ വിട്ടിട്ടൊക്കെ അവരുടെ കൂടെ പോണത്. എന്തായാലും നടക്കട്ടെ. അത് റമദാൻ 1 തന്നെ ആയിപ്പോയി അവളുടെ ട്രിപ്പും. എങ്ങനെയുണ്ട് നോമ്പ് വെച്ചിട്ട്? നോമ്പ് കുഴപ്പമൊന്നുമില്ല. ഐ ഓൾ റൈറ്റ്. കപ്പ വേവുന്നുണ്ട്, അത് മൺചട്ടിയിൽ. അമ്മ പിന്നെ അടുപ്പത്തെ കപ്പയും വെക്കുള്ളൂ. രുചിയാവും. അങ്ങനെ അടുപ്പുണ്ടാക്കും. ഈ നമ്മളെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് പത്തിരിൻ്റെ കൂടെ. അത് നല്ല തേങ്ങ അരച്ച് വെച്ച ചിക്കൻ കറി. നമ്മളെ മാഹി ദേ ഇവിടെ സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. കുറച്ച് ചിക്കനൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവൾ. മാഹി സ്പെഷ്യൽ സമൂസ, ചിക്കൻ സമൂസ. ഗുജറാത്തിലെങ്ങാനും പോയപ്പോഴോ പഠിച്ചൊരു സമൂസ റെസിപ്പിയാണ്. അതിമിൽ വെച്ച് അങ്ങ് സ്റ്റാറാവാന്ന് വിചാരിച്ചു. ആരാ ഗുരു വരാ? അതല്ല ഗുരു വരാ സമൂസന്റെ. നാസിഫ ഒരു ഷൈമ അങ്ങനെ ആരോ ആണ്. അവളുടെ ഏതോ ഫ്രണ്ട്സ് കാരനാണ് അവൾ ഈ കുക്കിംഗ് പഠിച്ചിട്ടുള്ളത്. താങ്ക്സ് ടു ദം. ഏകദേശം ഒരു 5:30 ആവാറായിട്ടുണ്ട്. മൽക്കനെടുക്കാൻ ബ്രദർ പോയിട്ടുണ്ട്. ഇവിടെ അതിഗംഭീരമായിട്ട് കുക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുഴപ്പമില്ല. ഫസ്റ്റ് നോമ്പ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അതേ നമ്മുടെ ചിക്കൻ സമൂസക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഓൾ സെറ്റാണ്. മാഹി സ്പെഷ്യൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവളുടെ ഗുജറാത്തി സ്പെഷ്യൽ ചിക്കൻ സമൂസ, എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. തേങ്ങ അരക്കുന്നുണ്ടോ? തേങ്ങ അരക്കും മിക്കവാറും. പത്തിരിക്ക് അതാണല്ലോ ടേസ്റ്റ്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. തന്നിട്ടുണ്ട് കഴുകാൻ. എന്തായാലും കഴുകി എടുക്കട്ടെ. കഴുകിയിട്ട് വരാം. ടൂറ് പോയിട്ട് വന്നാ? എവിടേക്കാ പോയത്? ആർക്ക്? ലുലുമാള് പോയാ? ശരിക്കും എന്തിലാ പോയത്? പോയിട്ടില്ല. ആ പോയാ? എന്തിലാ പോയത്? ഏത് വണ്ടിയിലാ പോയത്? ഏത് വണ്ടിയിലാ പോയത്? അതൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോയത്. ഇന്ന് നീ സ്കൂളിൽ നിന്ന് ഏത് വണ്ടിയിലാ പോയത് ലുലുമാൾക്ക്? എനിക്കറിയില്ല. അതെന്താ? ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരിക്ക മൽക്ക. പറ, നീ എന്തൊക്കെയാ കഴിച്ചത്? അതൊക്കെ ഒന്ന് പറയടോ, എല്ലാരും അറിയട്ടെ. ബിരിയാണി, ഐസ്ക്രീം. നീ എങ്ങനെ പോയത് ലുലുമാളില്? ലൈനായിട്ട് നടന്നിട്ട് പോയാ? അതല്ലാതെ നീ ബസ്സിൽ പോയിട്ടില്ല?
പിന്നീട് നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ പെട്ടെന്ന് തന്നെ ആയി. അപ്പോഴേക്കും നമ്മൾ വേഗം കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇത്രയും ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇവിടെ ആർക്കും പൊരിക്കടി കാര്യങ്ങളൊന്നും വലിയൊരു ഇഷ്ടമില്ല. മാഹിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമൂസ തന്നെ ഉണ്ടാക്കിയത്. ഇല്ല, പിന്നെ നീ നോമ്പ് തുറക്കുന്ന എന്തിനാ? നോമ്പ് തുറക്കാണോ? അതിന് ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ. ബാങ്ക് കൊടുക്കാതെയാണോ നീ നോമ്പ് തുറക്കുന്നത്? എന്ത് കയ്പോ? എന്ത് മുന്തിരി തിന്നുമ്പോഴോ? നീ ബസ്സിൽ ട്രിപ്പ് പോയി? അതൊക്കെ നീ ബസ്സിൽ ട്രിപ്പ് പോയോ? പിന്നെ ദുബായിലാണോ നീ പോയിട്ട് വന്നത് സ്കൂളിൽ നിന്ന്? വെരി ഗുഡ്. ദുബായിൽ എന്നിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? ദുബായിലെ ലുലു മാളിലല്ലേ നീ പോയത്? എന്നിട്ട് ലുലു മാളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബോളാ? പിന്നെ ഏത് മറ്റത്? നീ ശരിക്കും പറ. ഐസ്ക്രീം. നീ കളിച്ചതിനെ കുറിച്ച് പറ. പറ. ഏത്? എന്താ മോളെ? ബാങ്ക് കൊടുത്തിട്ടില്ല. കക്കിരിക്ക തിന്നുന്ന ഒരു സ്റ്റൈല്. ജ്യൂസിൽ കക്കിരിക്ക മുക്കി കഴിക്കുന്നു. സൂപ്പർ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നോമ്പൊക്കെ തുറന്നു. നല്ലൊരു നോമ്പ് തന്നെ ആയിരുന്നു ഇന്നത്തെ ഒരു ഫസ്റ്റ് നോമ്പ് തന്നെ. സമൂസ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മാ മായി ഉണ്ടാക്കിയ സമൂസ? എങ്ങനെയുണ്ട് മോളെ കപ്പ? സൂപ്പർ. നീ എന്താ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്തെ? ഞങ്ങളുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ചെയ്യണം. ഈ ചുമരക്കാരെങ്ങനെ ചെയ്തു ചുമൽക്കാം? ഭൂതമോ? ഏതാണ് ഈ ഭൂതം? ഏതാണ്? അപ്പുറത്തെ ഭൂതം. ശരി, എന്നാ ബായ് പറ ഭൂതമേ. ബായ്.